കേരളത്തിന്റെ കശ്മീർ, അതാണ് മൂന്നാർ. മൂന്നാറിന്റെ താഴ്വരയിൽ ഇപ്പോൾ അതിശൈത്യമാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ 3 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത്. കേരളത്തിന്റെ വൃശ്ചികം, ധനു മാസങ്ങളിൽ ശൈത്യമാണെങ്കിലും മൂന്നാറിൽ ഇത്തവണ അതിശൈത്യമാണ്. നല്ലതണ്ണി, തെന്മല, ചിറ്റുവാര, ചെണ്ടുവാര എന്നിവിടങ്ങളിലാണ് താപനില 3 ഡിഗ്രിയിലേക്ക് എത്തിയത്. ഉത്തരേന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള നിരവധി സഞ്ചാരികളാണ് ഈ തണുപ്പ് ആസ്വദിക്കാനായി ഇവിടേക്ക് എത്തുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്ത് തേയില കൃഷിക്കായി വികസിപ്പിച്ചെടുത്ത സ്ഥലമാണ് മൂന്നാർ. ആദ്യകാലത്ത് തമിഴരും ചുരുക്കം മലയാളികളും മാത്രമാണ് അവിടെ താമസിച്ചിരുന്നത്. ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി മൂന്നാർ മാറി. പ്രദേശത്തെ പുൽമേടുകളിൽ വ്യാപകമായി മഞ്ഞുവീഴ്ചയാണ് ഉള്ളത്. 2-3 நாளாகவே நல்ல ஒரு கிளைமேட் ஆகிப்போச்சு. நல்லா 0 டிகிரிக்குள்ளே உள்ள வாய்ப்பு ஆகிப்போச்சு. இன்னும் வரும் திவசங்களில் அதுக்குள்ளே வாய்ப்பு இருக்குது, நிறைய இருக்குது. வினோத சஞ்சாரிகளுக்கு நல்ல ஒரு இதாக இருக்கும். காலை நேரத்தில் ஒரு 3-4 நாளைக்குள்ளே இதை விட கூடுதலான ஒரு பனி பொழிவை பார்க்கலாம். இந்த சாம பனின்னு சொல்லுவாங்க, அந்த மாதிரி உலகத்துக்குள்ள வாய்ப்பெல்லாம் நிறைய இருக்குது. காலையில் நல்ல குளிராக இருக்குது. சாயங்காலம் ஒரு மத்தியானம் வேலையில் ஆகும்போது நல்ல சூடாகி போகுது, நல்ல ஹீட் ஆகி போகுது. பிறகு ஒரு 3 மணி ஆகும்போது ஒரு நல்ல ஒரு இதாக തണുപ്പായി പോകുന്നത്. കർണാടകയിലും തണുപ്പേറുന്നുണ്ട്. സംസ്ഥാനത്ത് ശീതക്കാറ്റ് മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുമുണ്ട്. കഴിഞ്ഞയാഴ്ച താപനില 8 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ന്നെങ്കിലും പിന്നീട് അത് വർദ്ധിച്ചിരുന്നു. മഴ പൂർണ്ണമായി മാറിയതോടെ വരും ദിവസങ്ങളിൽ താപനില 0-ലേക്ക് താഴുമെന്നാണ് കരുതുന്നത്. ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുമുണ്ട്. ക്രിസ്മസ്, പുതുവത്സര അവധി തുടങ്ങിയതോടെ മൂന്നാറിൽ സഞ്ചാരികളുടെ തിരക്കിലും വർധനവുണ്ട്. സി മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.